ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിലെത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കർമ്മലീത്ത സന്യാസികൾ പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാളിനൊരുക്കമായിട്ടുള്ള നൊവേന പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ട് ഇന്ന് 6-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇത്രയും മഹത്തായ ഒരു കർമ്മമാണ് ദൈവത്തിൻ്റെ പുത്രനെ തൻ്റെ ഉദരത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് പരിശുദ്ധ കന്യാമറിയം നിർവഹിച്ചത്. വിശുദ്ധ എലിസബത്ത് അവളെ നോക്കി ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതം. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇന്നിൻ്റെ സുവിശേഷത്തിലൂടെ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 16 മുതലുള്ള വചനങ്ങളിലൂടെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈശോ തൻ്റെ ശിഷ്യന്മാരെ അയക്കുന്നത്, നിങ്ങൾ സിനഗോഗുകളിലേക്ക് പ്രവേശിക്കപ്പെടുമ്പോൾ അവിടെ നിങ്ങൾ വലിച്ചിഴയ്ക്കപ്പെടും, മർദ്ദിക്കപ്പെടും. പക്ഷേ എന്താണ് സംഭവിക്കുന്നതെന്നോർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളായിരിക്കുകയില്ല, നിങ്ങളിലൂടെ പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുക എന്ന്. ധൈര്യശാലികളായി അപ്പോസ്തലന്മാരായ ഇന്നിൻ്റെ പ്രവാചക ദൗത്യം തുടരുവാനായിട്ട് ഈശോ നമ്മെ അയച്ചിരിക്കുകയാണ്. ആകയാൽ ഭയപ്പെട്ട് ഓടിയൊളിക്കുന്നതിലല്ല, മറിച്ച് ശിമയോൻ മറിയത്തോട് പറഞ്ഞു, നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും. തൻ്റെ പുത്രൻ്റെ മരണമാണ് എന്നവൾക്ക് നിശ്ചയിച്ചുറപ്പിക്കാൻ സാധിച്ചില്ല. പ്രിയമുള്ളവരെ, നമ്മളും അയക്കപ്പെടുന്നത് പീഡനങ്ങളെ ഭയന്നുകൊണ്ട് ഓടിയൊളിക്കാനല്ല, സമചിത്തതയോടുകൂടെ അയച്ചവൻ്റെ ദൗത്യം തുടരുന്നത് നമുക്ക് ശ്രദ്ധയുള്ളവരായി മാറാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.